പോഡ്കാസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ടെനി. ഗട്ട് ഹെൽത്തിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എന്താണ് ഗട്ട്? ഗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹന പ്രക്രിയ അല്ലെങ്കിൽ ദഹന വ്യൂഹത്തെ പറയുന്ന പേരാണ് ഗട്ട് എന്ന് പറയുന്നത്. അതിൽ ഈസഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ മുതലായവ ഉൾപ്പെട്ടിട്ടുണ്ട്. ഗട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദഹന പ്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഭക്ഷണം നമ്മൾ കഴിച്ച് അത് ഡൈജസ്റ്റ് ചെയ്ത് അത് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത് അതായത് ന്യൂട്രിയൻസ് എല്ലാം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് അത് ശരീരത്തിൻ്റെ ഭാഗമായി അതിനുശേഷം അതിൻ്റെ വേസ്റ്റ് എല്ലാം എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നു. ഇതുവരെയാണ് ദഹന പ്രക്രിയ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ഒരുവിധം എല്ലാ സിസ്റ്റംസും ഗട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം ഗട്ട് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ശരീരം. ഇപ്പം ഗട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് നമ്മൾക്ക് ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്, നമ്മുടെ എൻഡോക്രൈൻ, നമ്മുടെ ഹോർമോൺസുമായിട്ട് കണക്റ്റഡ് ആണ്, പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്, നമ്മുടെ സ്കിൻ, നമ്മുടെ ഹെയർ ഇതുമായിട്ടും കണക്റ്റഡ് ആണ്, പിന്നെ മെറ്റബോളിസവുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അൺഹെൽത്തി ആയിട്ടുള്ള ഗട്ടിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഡയറിയ പോലുള്ള പ്രശ്നങ്ങൾ വരിക, അസിഡിറ്റി വരിക, പിന്നെ എക്സിമ, സോറിയാസിസ് പോലുള്ള രോഗങ്ങളുണ്ടാകുക, ഒന്നെങ്കിൽ വെയിറ്റ് കുറയുക അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വെയിറ്റ് കൂടുക, അങ്ങനെ ഒരു ഇംബാലൻസ് വെയിറ്റ് ചേഞ്ചസ് ബോഡിയിൽ കാണിക്കുന്നതൊക്കെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഗട്ടിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഗട്ട് ഹെൽത്തി ആയിട്ട് എങ്ങനെ വെക്കാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ദിനചര്യയിൽ വരുത്തേണ്ട കാര്യങ്ങളാണ് ആദ്യം തന്നെ പറയുന്നത്. നമ്മൾ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക. സെഡൻഡറി ലൈഫ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ബോഡിയിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക. ആൽക്കഹോൾ, സ്മോക്കിംഗ് ഒക്കെ ആണെങ്കിൽ അത് മാറ്റുക. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, അതായത് വെള്ളം ധാരാളം കുടിക്കുക. സ്ട്രെസ്, ആങ്സൈറ്റി, ടെൻഷൻ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതങ്ങനെ ഉള്ളവരിൽ നല്ല രീതിയിലുള്ള നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ മാറുന്നതാണെങ്കിൽ അത് ആരോടെങ്കിലും തുറന്നു പറയുക, അല്ലെങ്കിൽ വൈദ്യസഹായം തേടേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്ത് എങ്ങനെയാണെങ്കിലും സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ ശ്രമിക്കുക. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ തരം പച്ചക്കറികളും നമ്മൾ കഴിക്കേണ്ടതാണ്. അതായത് ഇപ്പം പച്ചക്കറിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പച്ചക്കറി കഴിക്കുന്നവരിൽ പോലും സെലക്റ്റീവായിട്ട് കഴിക്കുന്നവരുണ്ട്. അതായത് 1, 2, 3 പച്ചക്കറികൾ മാത്രമായിരിക്കും ചിലർക്ക് ഇഷ്ടം, അത് തന്നെ മാറിയും മറിച്ചും കഴിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാതെ പച്ചക്കറികൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാം കൂടെ ഒരു ദിവസം ഉൾപ്പെടുത്താനല്ല, ഓരോന്ന് വീതം മാറി മാറി കഴിച്ച് ശീലിക്കാൻ ശ്രമിക്കുക. അതിനകത്ത് തന്നെ നമുക്കറിയാം ഇലക്കറികൾ, നമ്മൾ ചീര തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, പിന്നെ തഴുതാമ, മുരിങ്ങയില, സ്പിനാച്ച്, അങ്ങനത്തെ ഒരുപാട് ഇലക്കറികളുണ്ട്. അതെല്ലാം ഇതിനകത്ത് ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തുക. പിന്നെ പുതിനയില കഴിക്കാം. പിന്നെ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മല്ലിയില നമ്മൾ ലാസ്റ്റ് ഒന്ന് ചേർക്കുന്നത്, അങ്ങനെ കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്. പിന്നെ ഒരു നേരം സാലഡ് പോലെ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് സാലഡ് പോലെ കഴിക്കുന്നത് നല്ലതാണ്. വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളത് മാത്രം സെലക്റ്റീവായിട്ട് കഴിക്കാതെ എല്ലാ തരം ഫ്രൂട്ട്സും നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സീസണലായിട്ട് കിട്ടുന്ന എന്താണോ, അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ അത് കഴിക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അധികം സുലഭമല്ലാത്ത അല്ലെങ്കിൽ കിട്ടാത്തതായിട്ടുള്ള ബ്ലൂബെറി, സ്ട്രോബെറി, ആപ്പിള് അതൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സീസണലായിട്ട് എന്താണോ കിട്ടുന്നത്, പേരയ്ക്കയോ ചാമ്പയ്ക്കയോ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. 1, 2 ഫ്രൂട്ട്സിൽ മാത്രം ഉൾപ്പെടുത്താതെ എല്ലാം നമുക്ക് ട്രൈ ചെയ്ത് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. പിന്നെ നട്ട്സാണ്, ആൽമണ്ട്, കാഷ്യൂനട്ട്, വാൾനട്ട്, പിസ്താഷ്യോ ഇതൊക്കെ കഴിക്കാവുന്നതാണ്. അടുത്തതായിട്ട് കൊളാജിൻ റിച്ച് ഫുഡ് കഴിക്കാവുന്നതാണ്. അതായത് കൊളാജിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൊരു പ്രോട്ടീനാണ്. അതടങ്ങിയ ഭക്ഷണം കഴിക്കുക. അതെന്ന് വെച്ചാൽ പോത്തിൻ്റെ കാല്, ബോൺ ബ്രോത്ത്, പോത്തിൻ്റെ കാല് വെച്ചിട്ടുണ്ടാക്കുന്ന സൂപ്പ്, സാൽമൺ ഫിഷ് അതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നമ്മൾ മത്സ്യം, മാംസം, പിന്നെ മുട്ട, മുട്ട തന്നെ പലതരം മുട്ടകളുണ്ടല്ലോ, കാടമുട്ട, കോഴിമുട്ട, ഡക്ക്, അതൊക്കെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ മാറി മറിച്ച് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. മീൻ പലതരത്തിലുള്ള മീനുകളുണ്ട്, അതെല്ലാം കഴിക്കാം. പിന്നെ മീറ്റ്, ചിക്കൻ ഇതൊക്കെ കഴിക്കാവുന്നതാണ്. അടുത്തത് പ്രോബയോട്ടിക് ഫുഡ്. അതായത് പ്രോബയോട്ടിക് എന്താണെന്നും അതെന്തൊക്കെ ഭക്ഷണങ്ങൾ ആ പ്രോബയോട്ടിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉള്ള ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അത് നിങ്ങൾ കയറി കാണണം. വീണ്ടും അതിവിടെ പറയുന്നില്ല. അതിനകത്ത് തൈര്, പിന്നെ നമ്മുടെ പഴങ്കഞ്ഞി, ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, അങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങൾ പ്രോബയോട്ടിക്കിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണം വളരെയധികം നല്ലതാണ് ഗട്ട് ഹെൽത്തിന്. അപ്പം അത് നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക.
ഗട്ട് ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെ സംരക്ഷിക്കാമെന്നും ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പറഞ്ഞ ഭക്ഷണ രീതികളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.